പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ ഫോക്കസ് ഏരിയയുടെ ഭാഗമായി പഠിക്കേണ്ടത് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ജേണൽ എന്നാൽ എന്താണ്, അതുപോലെ തന്നെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്, അതുപോലെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് സ്പെഷ്യൽ ജേണൽസ്? സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ്, സബ് ഡിവിഷൻ ഓഫ് ജേണൽസ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. എന്താണ് സ്പെഷ്യൽ ജേണൽസ്? Special journals are books of original entry in which transactions of similar nature are recorded. Special journals are books of original entry in which transactions of similar nature are recorded. സമാന സ്വഭാവങ്ങളോട് കൂടിയ അല്ലെങ്കിൽ ഒരേ സ്വഭാവങ്ങളോട് കൂടിയ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് സ്പെഷ്യൽ ജേണൽ. എന്താണ് സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ? ഒരേ സ്വഭാവങ്ങളോട് കൂടിയ ഒരേ സ്വഭാവത്തോടു കൂടിയ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് സ്പെഷ്യൽ ജേണൽ. എവിടെയാണ് സ്പെഷ്യൽ ജേണൽ തയ്യാറാക്കുന്നത്? സാധാരണ നമ്മൾ പഠിച്ചത് എല്ലാ ട്രാൻസാക്ഷനുകളും ആദ്യം രേഖപ്പെടുത്തുന്ന ബുക്ക് ജേണലാണ്. ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന ക്രമമനുസരിച്ച് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കാണ് ജേണൽ. ജേണൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ സ്ഥാപനങ്ങളിലാണ്. അതായത് ട്രാൻസാക്ഷനുകൾ വളരെ കുറവുള്ള ചെറിയ സ്ഥാപനങ്ങളിലാണ് ജേണൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വളരെ വലിയ സ്ഥാപനവും അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷനുകൾ ധാരാളം നടക്കുന്നതുമായ സ്ഥാപനങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ ജേണലാണ്. കാരണം അവിടെ എല്ലാ ട്രാൻസാക്ഷനുകളും ഒരു ബുക്കിൽ രേഖപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ട്രാൻസാക്ഷനുകൾ ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷനുകളൊക്കെ വേറിട്ട ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ആ ഉദ്ദേശത്തിന് വേണ്ടി ജേണലിനെ നമ്മൾ പല ബുക്കുകളായി അല്ലെങ്കിൽ 6 തരം ബുക്കുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്താ സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ? ഒരേ സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കുകളാണ് സ്പെഷ്യൽ ജേണൽസ്. ഇവയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 1, ഇത് സമയവും അധ്വാനവും ലാഭിക്കുന്നു. ഇറ്റ് സേവ്സ് ടൈം ആൻഡ് എഫേർട്ട്. സമയവും അധ്വാനങ്ങളും ഇത് ലാഭിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഇതിൻ്റെ സവിശേഷത. സമയവും അധ്വാനവും ലാഭിക്കുന്നു. 2, ഇറ്റ് മേക്സ് പോസിബിൾ ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ക്ലർക്സ്. ഇറ്റ് മേക്സ് പോസിബിൾ ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ക്ലർക്സ്. ക്ലർക്കുമാർക്കിടയിൽ അല്ലെങ്കിൽ ഗുമസ്തന്മാർക്കിടയിൽ തൊഴിൽ വിഭജനം ഇത് സാധ്യമാക്കുന്നു. ക്ലർക്കുമാർക്കിടയിൽ തൊഴിൽ വിഭജനം സ്പെഷ്യൽ ജേണൽസ് സാധ്യമാക്കുന്നു. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? തൊഴിൽ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം ജോലിയെ പലതായി വിഭജിക്കുകയും ഓരോ ജോലിയും ഓരോ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക്. ഇങ്ങനെ ക്ലർക്കുമാർക്കിടയിൽ തൊഴിൽ വിഭജനം ഇത് സാധ്യമാക്കുന്നു. 3, ഇറ്റ് പ്രിവെൻറ്റ്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇറ്റ് പ്രിവെൻറ്റ്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. തെറ്റുകളും അതുപോലെ തന്നെ വഞ്ചനകളും ഇത് തടയുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. തെറ്റുകളും വഞ്ചനകളും ഇത് തടയുന്നു. അവസാനത്തത്, ഇറ്റ് ഹെൽപ്സ് ടു റെക്കോർഡ് മോർ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻസ് ലൈക്ക് ക്വാണ്ടിറ്റി, റേറ്റ്, ട്രേഡ് ഡിസ്കൗണ്ട്, എക്സെട്ര. ഇറ്റ് ഹെൽപ്സ് ടു റെക്കോർഡ് മോർ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻസ് ലൈക്ക് ക്വാണ്ടിറ്റി, റേറ്റ്, ട്രേഡ് ഡിസ്കൗണ്ട്, എക്സെട്ര.
അളവ്, അതുപോലെ തന്നെ റേറ്റ് നിരക്ക്, ട്രേഡ് ഡിസ്കൗണ്ട് മുതലായവ പോലുള്ള ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സ്പെഷ്യൽ ജേണൽ സഹായിക്കുന്നു. എന്താണ് അളവ്? സാധനങ്ങളുടെ അളവ്, അതുപോലെ തന്നെ അവയുടെ നിരക്ക്, ട്രേഡ് ഡിസ്കൗണ്ട് മുതലായവ പോലുള്ള ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സ്പെഷ്യൽ ജേണൽ സഹായിക്കുന്നു. ഓക്കെ, സാധാരണ നമ്മൾ പിന്നെ ജേണലിൽ എന്താ ചെയ്തത്? ട്രാൻസാക്ഷനുകൾ ഉൾപ്പെട്ട ഡെബിറ്റും ക്രെഡിറ്റും മാത്രമാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം അവയുടെ നെറ്റ് എമൗണ്ടുമാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. എത്ര അളവ് സാധനം വാങ്ങിയെന്നോ അവയുടെ റേറ്റ് എന്താണെന്നോ അതുപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് എത്രയാണോ എന്നൊന്നും തന്നെ ജേണലിൽ രേഖപ്പെടുത്താറില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലുകൾ. ഇമ്പോർട്ടൻ്റ് സ്പെഷ്യൽ ജേണൽസ്. പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലുകൾ ഏതെല്ലാം? നമ്മൾ കണ്ടു, എല്ലാ ട്രാൻസാക്ഷനുകളും ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ. എന്നാൽ വലിയ വ്യാപാര സ്ഥാപനങ്ങളിൽ ജേണൽ അല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ ജേണലുകളാണ്. ഒരേ സ്വഭാവങ്ങളോടുകൂടിയ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ബുക്കുകളാണ് സ്പെഷ്യൽ ജേണൽ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലുകൾ? 1. ക്യാഷ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻ. വ്യാപാര സ്ഥാപനത്തിൽ നടന്ന മുഴുവൻ ക്യാഷ് ട്രാൻസാക്ഷനുകളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത്. അവിടെ പണത്തിൻ്റെ വരവുകളും നൽകലുകളുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾ മാത്രമേ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലുകളിൽ ഒന്നാമത്തത് ക്യാഷ് ബുക്കാണ്. എന്തിനാ ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത്? ക്യാഷ് ഇടപാടുകൾ മാത്രം രേഖപ്പെടുത്തുന്നതിന്. ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് ക്യാഷ് ബുക്ക് ഒന്നാമത്തെ സ്പെഷ്യൽ ജേണലാണ്. ക്യാഷ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന്. 2. പർച്ചേസ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കടമായുള്ള വാങ്ങലുകൾ രേഖപ്പെടുത്തുന്നതിന്. രണ്ട് തരത്തിൽ സാധനങ്ങൾ നമുക്ക് വാങ്ങാം. ഒന്ന്, റൊക്കമായി വാങ്ങാം, പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങാം. അങ്ങനെയെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്, അത് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. എന്നാൽ കടത്തിന് സാധനങ്ങൾ വിൽപ്പന ഉദ്ദേശത്തോടു കൂടി നമ്മൾ സാധനങ്ങൾ കടത്തിന് വാങ്ങുന്നുവെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് പർച്ചേസ് ബുക്കിലാണ്. എന്തിനാ പർച്ചേസ് ബുക്ക് ഉപയോഗിക്കുന്നത്? കടമായുള്ള സാധനങ്ങളുടെ വാങ്ങലുകൾ മാത്രം രേഖപ്പെടുത്തുന്നതിന് പർച്ചേസ് ബുക്ക്. 3. സെയിൽസ് ബുക്ക്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് ബുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? 2 തരത്തിലുള്ള സെയിൽസ് ഉണ്ട്. പണത്തിന് റൊക്കമായി സാധനങ്ങൾ വിൽക്കാം, റൊക്കമായി പണം സ്വീകരിച്ച് സാധനങ്ങൾ വിൽക്കാം, അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങൾ വിൽക്കാം. റൊക്കമായിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ, പണത്തിനാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്, അത് ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തും. എന്നാൽ കടത്തിനാണ് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് സെയിൽസ് ബുക്കിലാണ്. ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കടമായുള്ള വിൽപ്പനകൾ രേഖപ്പെടുത്തുന്നതിന്. ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കടമായുള്ള വിൽപ്പനകൾ രേഖപ്പെടുത്തുന്നതിന്. ഒന്നാമത്തത് ക്യാഷ് ബുക്ക്, ക്യാഷ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന്. പർച്ചേസ് ബുക്ക്, സാധനങ്ങളുടെ കടമായുള്ള വാങ്ങലുകൾ രേഖപ്പെടുത്തുന്നതിന്. സെയിൽസ് ബുക്ക്, സാധനങ്ങളുടെ കടമായുള്ള വിൽപ്പനകൾ രേഖപ്പെടുത്തുന്നതിന്. പർച്ചേസ് റിട്ടേൺ ബുക്ക്, നെക്സ്റ്റ് വന്നത് പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇതിനെ റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക് എന്നും പറയാറുണ്ട്. റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക് എന്നും പർച്ചേസ് റിട്ടേൺ ബുക്കിനെ പറയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുക? ഫോർ റെക്കോർഡിംഗ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ട്രേഡർ ടു സപ്ലയർ. ഫോർ റെക്കോർഡിംഗ് ഗുഡ്സ് റിട്ടേൺഡ് ടു ട്രേഡർ ടു സപ്ലയർ, കച്ചവടക്കാരൻ സപ്ലയർക്ക് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്.
കച്ചവടക്കാരൻ സപ്ലയർക്ക് വിതരണക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിനാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്. 4 ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. എന്തിനാ പർച്ചേസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്? കച്ചവടക്കാരൻ വിതരണക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിന്. നെക്സ്റ്റ്, സെയിൽസ് റിട്ടേൺ ബുക്ക് ഫോർ റെക്കോർഡിംഗ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ടു ട്രേഡർ. ഫോർ റെക്കോർഡിംഗ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ടു ട്രേഡർ. കസ്റ്റമർ കച്ചവടക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ആണ് സെയിൽസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്. എന്തിനാ സെയിൽസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്? കസ്റ്റമർ കച്ചവടക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് ഉപയോഗിക്കുന്നത്. ജേണൽ പ്രോപ്പർ. നെക്സ്റ്റ് വന്നത് ജേണൽ പ്രോപ്പർ. അവസാനത്തേതാണിത്. ജേണൽ പ്രോപ്പർ ഫോർ റെക്കോർഡിംഗ് transactions which cannot be recorded in other special journals. For recording transactions which cannot be recorded in other special journals. മറ്റു സ്പെഷ്യൽ ജേണലുകളിൽ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന്. മറ്റു സ്പെഷ്യൽ ജേണൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിലോ പർച്ചേസ് ബുക്കിലോ സെയിൽസ് ബുക്കിലോ പർച്ചേസ് റിട്ടേൺ ബുക്കിലോ സെയിൽസ് റിട്ടേൺ ബുക്കിലോ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നത്. ജേണൽ പ്രോപ്പർ എന്തിനാണ് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നത്? മറ്റു സ്പെഷ്യൽ ജേണലുകളിൽ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജേണൽ പ്രോപ്പർ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണൽസ്? 1 ക്യാഷ് ബുക്ക്, ക്യാഷ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന്. 2 പർച്ചേസ് ബുക്ക്, കടമായുള്ള സാധനങ്ങളുടെ വാങ്ങലുകൾ രേഖപ്പെടുത്തുന്നതിന്. സെയിൽസ് ബുക്ക്, കടമായുള്ള സാധനങ്ങളുടെ വിൽപ്പനകൾ രേഖപ്പെടുത്തുന്നതിന്. പർച്ചേസ് റിട്ടേൺ ബുക്ക്, കച്ചവടക്കാരൻ വിതരണക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിന്. സെയിൽസ് റിട്ടേൺ ബുക്ക്, കസ്റ്റമർ കച്ചവടക്കാരന് മടക്കി നൽകിയ സാധനങ്ങൾ രേഖപ്പെടുത്തുന്നതിന്. അവസാനത്തേത് ജേണൽ പ്രോപ്പർ, മറ്റു സ്പെഷ്യൽ ജേണലുകളിൽ രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന്. ഇനി ആദ്യത്തേതാണ് നമ്മൾ നോക്കുന്നത്, ക്യാഷ് ബുക്ക്. എന്താണ് ക്യാഷ് ബുക്ക്? Cash book is a special journal in which all transactions relating to cash receipts and cash payments are recorded. പണത്തിൻ്റെ വരവുകളും നൽകലുകളുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾ, എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. എന്താ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ? പണത്തിൻ്റെ വരവുകളും നൽകലുകളുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് അക്കൗണ്ടിന് സമാനമാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മളെ സംബന്ധിച്ച് അസറ്റാണ്. സ്വാഭാവികമായും ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്ത് അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കോ അതിൻ്റെ ബാലൻസ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഒരു ഓപ്പണിംഗ് ബാലൻസോടുകൂടി ആരംഭിക്കുകയും ക്ലോസിംഗ് ബാലൻസോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാഷ് ബുക്കും ഓപ്പണിംഗ് ബാലൻസോടുകൂടി ആരംഭിക്കുകയും ക്ലോസിംഗ് ബാലൻസോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. ക്യാഷ് ബുക്ക് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. കാരണം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതായത് ജേണൽ എൻട്രിയും പോസ്റ്റിങ്ങും ബാലൻസിങ്ങും അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്യാഷ് ബുക്ക് വളരെ എളുപ്പമാണ്. എന്താ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ? ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. ഇത് ഓപ്പണിംഗ് ബാലൻസോടുകൂടി ആരംഭിക്കുകയും ക്ലോസിംഗ് ബാലൻസോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. ഇത് മന്ത്ലി ബേസിലാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇത് മന്ത്ലി ബേസിലാണ്
തയ്യാറാക്കുന്നത്. മാസം അടിസ്ഥാനത്തിൽ എല്ലാ മാസവും എന്ത് തയ്യാറാക്കും? ക്യാഷ് ബുക്ക് തയ്യാറാക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഓൾ ഓർഗനൈസേഷൻ, എല്ലാ സ്ഥാപനങ്ങളിലും ഇത് തയ്യാറാക്കുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും, അത് കച്ചവട സ്ഥാപനമാണെങ്കിലും കച്ചവടേതര സ്ഥാപനമാണെങ്കിലും എല്ലാത്തരം സ്ഥാപനങ്ങളിലും ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നു. പിന്നെ ഇതിനെ നമ്മൾ ജേണലും അതുപോലെ തന്നെ ലെഡ്ജറുമായിട്ട് കണക്കാക്കാറുണ്ട്. ക്യാഷ് ബുക്ക് ഒരു ജേണലും അതുപോലെ തന്നെ ലെഡ്ജറും രണ്ടും കൂടിയതാണ്. ഒരു ക്യാഷ് ബുക്ക് എന്നത് ജേണലും ലെഡ്ജറുമാണ്. എന്തുകൊണ്ട്? ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്നാണ്. ഡാഷ് ഈസ് ബോത്ത് എ ജേണൽ ആൻഡ് എ ലെഡ്ജർ. ഡാഷ് ഒരു ജേണലും ലെഡ്ജറും രണ്ടും കൂടിയതാണ്. ക്യാഷ് ബുക്കാണ് ജേണലും ലെഡ്ജറുമായിട്ട് കണക്കാക്കുന്നത്. ഒരേ സമയം ഇത് ജേണലുമാണ് ലെഡ്ജറുമാണ്. എന്തുകൊണ്ട്? അതിനുള്ള കാരണം, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനുകളും ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് ഈ ബുക്കിലാണ്. സ്പെഷ്യൽ ജേണൽ തയ്യാറാക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന എല്ലാ ക്യാഷ് ഇടപാടുകളും ആദ്യം രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിലാണ്. അതുകൊണ്ട് ക്യാഷ് ബുക്കിനെ നമ്മൾ ജേണൽ എന്ന് വിളിക്കുന്നു. All cash transactions are first recorded in this book. So, cash book is called journal. എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്കിനെ ജേണൽ എന്ന് പറയുന്നത്? സ്പെഷ്യൽ ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലുകൾ തയ്യാറാക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൽ എല്ലാ ക്യാഷ് ഇടപാടുകളും ആദ്യം രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിലാണ്. അതുകൊണ്ട് ക്യാഷ് ബുക്കിനെ നമുക്ക് ജേണൽ എന്ന് വിളിക്കാം. അതേസമയം ക്യാഷ് ബുക്ക് ലെഡ്ജറാണ്. എന്തുകൊണ്ട്? ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ലൈക്ക് എ ലെഡ്ജർ അക്കൗണ്ട്. ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ലൈക്ക് എ ലെഡ്ജർ അക്കൗണ്ട്. ഒരു ലെഡ്ജർ അക്കൗണ്ടിനെ പോലെയാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. അതായത് ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണോ തയ്യാറാക്കുക അതുപോലെയാണ് നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുക. ഒരു ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണോ തയ്യാറാക്കുക, ക്യാഷ് അക്കൗണ്ട് എന്നത് ഒരു അക്കൗണ്ടാണ്, ആ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് പോലെയാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത് ലെഡ്ജറാണ്. സോ ക്യാഷ് ബുക്ക് ഈസ് എ ലെഡ്ജർ. ക്യാഷ് ബുക്ക് ഒരു ലെഡ്ജർ ആണ്. അടുത്തത്, പ്രധാനപ്പെട്ട ക്യാഷ് ബുക്കുകൾ ഏതെല്ലാം? പ്രധാനപ്പെട്ട ക്യാഷ് ബുക്കുകൾ, ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ തരങ്ങൾ. പ്രധാനമായും ക്യാഷ് ബുക്കിന് 3 തരങ്ങളുണ്ട്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ 3 തരങ്ങളുണ്ട്. 3 ടൈപ്പ് ക്യാഷ് ബുക്കുകളുണ്ട് എന്നർത്ഥം. ദർ ആർ 3 ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. 3 തരത്തിലുള്ള ക്യാഷ് ബുക്കുകളുണ്ട്. 1 സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. 2 ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ 2 കോളം ക്യാഷ് ബുക്ക് എന്നൊക്കെ പറയാം. 1 സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. പേര് സൂചിപ്പിക്കും പോലെ ഇരു സൈഡുകളിലും ഓരോ എമൗണ്ട് കോളത്തോടു കൂടിയ ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അങ്ങനെയാണെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താ? ഇരു സൈഡുകളിലും 2 എമൗണ്ട് കോളത്തോടു കൂടിയ ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 3ാമത്തത് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക്. ഇത് 3ഉം നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാഷ് ബുക്ക്? 1 സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, 2 ഡബിൾ കോളം ക്യാഷ് ബുക്ക്, 3 പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. 3 തരത്തിലുള്ള ക്യാഷ് ബുക്കുകളുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. അതിൽ 1ാമത്തതാണ് നമ്മൾ നോക്കുന്നത്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഡെബിറ്റ് സൈഡിൽ 5 കോളങ്ങളാണുള്ളത്. 5 കോളങ്ങളാണുള്ളത്. 1 ഡേറ്റ്, 2 റെസിപ്റ്റ് വരവുകൾ, പണത്തിൻ്റെ റെസിപ്റ്റുകൾ, പണത്തിൻ്റെ വരവുകളൊക്കെ നമ്മളിവിടെ രേഖപ്പെടുത്തുക. പിന്നെ വന്നത് റെസിപ്റ്റ് നമ്പർ. RN എന്ന് പറയുന്നത് റെസിപ്റ്റ് നമ്പർ. ലെഡ്ജർ ഫോളിയോ എമൗണ്ട്സ്. ഏതൊക്കെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള കോളങ്ങൾ? 1 ഡേറ്റ്, 2 റെസിപ്റ്റ്, അതായത് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇവിടെ നമ്മൾ എഴുതുക റെസിപ്റ്റ്. പിന്നെ റെസിപ്റ്റ് നമ്പർ.
റെസിപ്റ്റ് നമ്പർ. 3 ലെഡ്ജർ ഫോളിയോ എമൗണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വന്നത് ഡേറ്റ് പേയ്മെൻറ്റ്സ് വൗച്ചർ നമ്പർ വി നമ്പർ എന്ന് പറഞ്ഞാൽ വൗച്ചർ നമ്പർ. ലെഡ്ജർ ഫോളിയോ എമൗണ്ട്സ്. ഇതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. ഇതാണ്. ഇനി എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് വിത്ത് 1 amount column on both sides is called single column cash book. Cash book with 1 amount column on both sides is called single column cash book. ഇരു സൈഡുകളിലും ഓരോ എമൗണ്ട് കോളത്തോടു കൂടിയ ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇരു സൈഡുകളിലും ഓരോ എമൗണ്ട് കോളത്തോടു കൂടിയ ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇവിടെ കാണാൻ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളമാണുള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രമാണ് ഉള്ളത്. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്? ഇരു സൈഡുകളിലും ഓരോ എമൗണ്ട് കോളത്തോടു കൂടിയ ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റ്, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ക്യാഷ് അക്കൗണ്ടിന് സമാനമാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ രൂപം ക്യാഷ് അക്കൗണ്ടിന് സമാനമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ടിന് 2 സൈഡാണുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിനും 2 സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ക്യാഷ് ബുക്ക് ഹാസ് 2 sides, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. എന്തിനാണ് ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുക? ഡെബിറ്റ് സൈഡ് ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് റെസിപ്റ്റ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ റെസിപ്റ്റുകൾ, പണത്തിൻ്റെ വരവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. പണത്തിൻ്റെ വരവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിനെ നമ്മൾ റെസിപ്റ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിനെ നമ്മൾ റെസിപ്റ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. കാരണം പണത്തിൻ്റെ വരവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. Debit side of single column cash book is used for recording receipt of cash book. So debit side is called receipt side. Credit side is used for writing payments of cash. So credit side is called payment side. Credit side is used for writing payments of cash. പണത്തിൻ്റെ നൽകലുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്രെഡിറ്റ് സൈഡ്, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് പണത്തിൻ്റെ പേയ്മെൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിനെ നമ്മൾ പേയ്മെൻറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. സോ ക്രെഡിറ്റ് സൈഡ് ഈസ് കാൾഡ് പേയ്മെൻറ്റ് സൈഡ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിനെ നമ്മൾ പേയ്മെൻറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കുക? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ലൈക്ക് എ ക്യാഷ് അക്കൗണ്ട്. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാഷ് അക്കൗണ്ടിനെ പോലെയാണ്. എങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കുക? ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ക്യാഷ് ഡെബിറ്റ് ആണ് വരുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതും. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് വരുന്നതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റ് എഴുതും. ഇങ്ങനെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുക അല്ലേ? പോസ്റ്റിങ്ങിൻ്റെ റൂൾ അതല്ലേ? അതുപോലെ തന്നെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കും തയ്യാറാക്കുക. എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതും. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റ് എഴുതും. ഈ റൂള് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യുക? ഒരു ക്യാഷ് അക്കൗണ്ടിനെ പോലെ തന്നെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് ബാലൻസ്ഡ് ഇൻ ദി സെയിം വേ ആസ് ക്യാഷ് അക്കൗണ്ട്. ഒരു ക്യാഷ് അക്കൗണ്ടിനെ പോലെ അതേ രീതിയിലാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്.
സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിനെ പോലെ അതേ രീതിയിലാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. ഓക്കെ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസിന് എന്താ നമ്മൾ സൂചിപ്പിക്കുക? സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസിനെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡിനെ സൂചിപ്പിക്കുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡിനെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അങ്ങനെ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ആ ഡെബിറ്റ് ബാലൻസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡിനെ പ്രതിനിധീകരിക്കുന്നു. ഇനി സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട് വശങ്ങളിലും 5 കോളങ്ങൾ വീതമുണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, റെസിപ്റ്റ്, അതുപോലെ റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പേയ്മെന്റ്സ്, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. താഴെ തന്ന ആ ഇടപാടുകളൊന്ന് വായിച്ചു നോക്കാം. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. Mr. Midun started business on 1st January 2012 with cash rupees 10,000 as capital. Mr. Midun started business on 1st January 2012 with cash rupees 10,000 as capital. 2012 January 5th purchased goods for cash rupees 5,000. 8th bought furniture for cash 1,000. 10th sold goods for cash 3,000. 15th paid rent rupees 500. 20th paid wages rupees 200. 31th sold goods to Anu for cash rupees 500. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എടുക്കുക. ആദ്യം നമ്മൾ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരച്ചു. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരച്ചു. ഇനി റൂൾ ഇതാണ്, നമ്മൾ ഇത് ക്യാഷ് ബുക്ക് ആണെന്ന് ക്യാഷ് ബുക്ക് ആണെന്ന് ഓർക്കണ്ട. നമ്മൾ മനസ്സിലാക്കുക ഇത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെയാണോ പോസ്റ്റിംഗ് നടക്കുക അതുപോലെ പോസ്റ്റിംഗ് നടത്തുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതുക. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡെബിറ്റ് എഴുതുക. മിഥുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 10,000. 10,000 രൂപ ക്യാഷോടുകൂടി മിഥുൻ സ്ഥാപനം ആരംഭിച്ചു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തെഴുതണം? ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം. ആദ്യത്തേത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി. കാരണം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം. കാരണം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ക്യാഷ് ഡെബിറ്റ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി. ഡേറ്റ് 2012 ജനുവരി 1, എമൗണ്ട് 10,000. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതി. 2 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ജാനുവരി 5-ാം തീയതിയാണിത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ് ആണ് അല്ലേ? അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിൻ്റെ ഡെബിറ്റ് എഴുതണം. ഏതാ ഡെബിറ്റ്? പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് അല്ലേ? ഡേറ്റ് കൊടുക്കുക 2012 ജനുവരി 8, എമൗണ്ട് 5,000. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് സൈഡിലേ എഴുതാൻ പാടുള്ളൂ? ക്രെഡിറ്റ് സൈഡിലേ എഴുതാൻ പാടുള്ളൂ. എന്താ എഴുതേണ്ടത്? അതിൻ്റെ ഡെബിറ്റ്. ഏതാ ഡെബിറ്റ്? ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട്. ഡേറ്റ് 8-ാം തീയതി, എമൗണ്ട് 1000. എമൗണ്ട് 1000. 10-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്.
sold goods for cash. Journal entry. Cash account debit to sales account. Cash account debit to sales account. Cash account debit to sales account. Cash debit. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് എഴുതണം? സെയിൽസ് എന്ന് എഴുതണം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തണം. ഡേറ്റ് 10-ാം തീയതി. എമൗണ്ട് 3000. ഇനി 15-ാം തീയതി പെയ്ഡ് റെന്റ്. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ക്രെഡിറ്റ് അല്ലേ? ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? അതിൻ്റെ ഡെബിറ്റ് എഴുതണം. എന്താ ഡെബിറ്റ്? റെന്റ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെന്റ് എന്ന് രേഖപ്പെടുത്തി. ഡേറ്റ് 15, എമൗണ്ട് 500. അടുത്തത് പെയ്ഡ് വേജസ്. 20-ാം തീയതിയാണ്. പെയ്ഡ് വേജസ് ₹200. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? വേജസ് എന്ന് എഴുതണം. വേജസ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വേജസ് അക്കൗണ്ട്. ഡേറ്റ് 20-ാം തീയതി. എമൗണ്ട് 200. അവസാനത്തേത് സോൾഡ് ഗുഡ്സ് ടു അനു ഫോർ ക്യാഷ്. 31-ാം തീയതിയാണ്. സോൾഡ് ഗുഡ്സ് ടു അനു ഫോർ ക്യാഷ്. ക്യാഷിന് അനുവിന് സാധനം വിറ്റു. പക്ഷെ എന്തിനാ വിറ്റത്? ക്യാഷിനാണ് വിറ്റത്. അങ്ങനെയെങ്കിൽ വരുന്ന ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തെഴുതണം? സെയിൽസ് എന്ന് രേഖപ്പെടുത്തണം. ഡേറ്റ് 31-ാം തീയതി. എമൗണ്ട് 500. ഇത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയത്? ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കിയതുപോലെയാണ് തയ്യാറാക്കിയത്. ഒരു പ്രശ്നവുമില്ല. ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇനി സാധാരണ ഒരു ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന അതേപോലെ നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഇരു സൈഡുകളും നമ്മൾ കൂട്ടി നോക്കുക. 10,000, 3,000, 500, 13,500. ക്രെഡിറ്റ് സൈഡിൽ എത്രയാണ്? 6, 6,000, 6,500, 6,700. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 13,500 ആണുള്ളത്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എത്ര ആണുള്ളത്? 6,700 ആണുള്ളത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇരു സൈഡുകളിലും ഏറ്റവും വലിയ എമൗണ്ട് രേഖപ്പെടുത്തുക. ഏറ്റവും വലിയ എമൗണ്ട് ഏതാണ്? 13,500 എന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, 13,500 രേഖപ്പെടുത്തി. ഇനി വലിയ എമൗണ്ടിൽ നിന്നും ചെറിയ എമൗണ്ട് കുറയ്ക്കുക. 13,500-ൽ നിന്നും 6,700 രൂപ കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുക നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ബാലൻസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അത് കുറവുള്ള സൈഡിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്താണ്? 13,500-ൽ നിന്ന് 6,700 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 6,800 രൂപയാണ്. അത് കുറവുള്ള സൈഡിൽ എഴുതി. അതിന് നേർക്ക് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്ന് രേഖപ്പെടുത്തി. ബാലൻസ് ക്യാരിഡ് ഡൗൺ. അതിന് നേർക്ക് അല്ലെങ്കിൽ ഡേറ്റ് കോളത്തിൽ ജനുവരിയാണ്. അതുകൊണ്ട് ജനുവരി 31 മാസാവസാനമാണ് ഈ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയാം. ഇതിനെ എന്ത് ചെയ്യണം? ഫെബ്രുവരി മാസം 1-ാം തീയതി ഇതിനെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതണം. അതെങ്ങനെ ചെയ്യുക? അത് ഉയർന്ന സൈഡിലേക്കാണ് എഴുതുന്നത് അല്ലേ? അതിനു വേണ്ടി ആദ്യം ഡേറ്റ് കോളത്തിൽ, അതായത് ഡെബിറ്റ് സൈഡ് കോളത്തിൽ കൂട്ടിയിട്ടതിന് താഴെ ഫെബ്രുവരി 1 എന്ന് രേഖപ്പെടുത്തി. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ബാലൻസ് B⁻D എന്ന് രേഖപ്പെടുത്തി. എമൗണ്ട് 6,800 എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തി. ഇങ്ങനെയാണ് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. ഓക്കെ, താങ്ക് യു.